നമസ്കാരം. പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. പണ്ടംപറമ്പത്ത് കോടൻ ഭരണിയിലെ ഉപ്പുമാങ്ങയുടെ കഥയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പണ്ടംപുറത്ത് ഭട്ടതിരിയുടെ ഇല്ലം പിൽക്കാലത്ത് സമ്പന്നമായെങ്കിലും ആദ്യകാലങ്ങളിൽ വളരെ ദാരിദ്ര്യത്തിലായിരുന്നു. ആ ഇല്ലം സമ്പന്നമായ കഥ കൂടിയാണ് ഇവിടെ പറയുന്നത്. നിത്യവൃത്തിക്ക് പോലും യാതൊരു നിവൃത്തിയുമില്ലാതെ വളരെ വിഷമിച്ചിരുന്ന കാലമായിരുന്നു അത്. അങ്ങനെ ഇരുന്ന ഒരു കാലത്ത് ഒരു ചൈനക്കാരനായ കച്ചവടക്കാരൻ അവൻ്റെ കപ്പലിൽ വിലപിടിച്ച അനേകം സാമാനങ്ങൾ കയറ്റിക്കൊണ്ട് കച്ചവടത്തിനായി പുറപ്പെട്ടു. യാത്രാമധ്യേ ആ കപ്പൽ തകർന്നു പോയതിനാൽ അതിലുണ്ടായിരുന്ന മിക്ക സാധനങ്ങളും നഷ്ടപ്പെട്ടു പോയി. കപ്പലിലുണ്ടായിരുന്ന അനേകം ജനങ്ങളും മരിച്ചു. ചിലരെല്ലാം പത്തേമാരികളിൽ കയറിയും നീന്തിയും മറ്റും കരയ്ക്ക് കയറി ചുരുക്കം പേര് രക്ഷപ്പെട്ടു. ആ കൂട്ടത്തിൽ കപ്പലിൻ്റെ ഉടമസ്ഥനും ഒരേ പത്തേമാരിയിൽ കയറി കൈവശം കിട്ടിയ 10 ചീനഭരണികളും അതിൽ കയറ്റി ഒരുവിധം കരയ്ക്കെടുത്തു. കരയിലെത്തിയപ്പോൾ അവിടെ കണ്ട ഒരു ഇല്ലത്തിലേക്ക് കയറി ചെന്നു. അത് സാക്ഷാൽ പണ്ടംപറമ്പത്ത് ഭട്ടതിരിയുടെ ഇല്ലമായിരുന്നു. അന്ന് ആ ഇല്ലം വളരെ ചെറിയതും ഉള്ളത് തന്നെ വീണിടിഞ്ഞ നിലയിലുമൊക്കെയായിരുന്നു. ഈ കച്ചവടക്കാരൻ മുറ്റത്ത് ചെന്ന് നിന്നുകൊണ്ട് വീട്ടുകാരെ വിളിച്ചു. കച്ചവടക്കാരൻ വിളിക്കുന്നത് കേട്ട ഉടനെ ഭട്ടതിരി പുറത്തേക്ക് വന്നു. അപ്പോൾ കച്ചവടക്കാരൻ, ഞാൻ ചീനക്കാരനായ ഒരു കപ്പൽ കച്ചവടക്കാരനാണ്, എൻ്റെ കപ്പൽ ഛേദം വന്നു പോയി, കൂടെ ഉണ്ടായിരുന്ന വേലക്കാരും ഒക്കെ മരിച്ചുപോയി, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് നേരത്തോട് നേരം കഴിഞ്ഞിരിക്കുന്നു, അതിനാൽ എനിക്ക് ഭക്ഷിക്കാൻ വല്ലതും തരണം എന്ന് ഈ ഭട്ടതിരിയോട് അപേക്ഷിച്ചു. ആർദ്രമാനസനായ ആ ഭട്ടതിരി ഉടനെ അകത്തേക്ക് പോയി തങ്ങൾക്ക് കഴിക്കാൻ കഷ്ടിച്ച് ഉണ്ടാക്കി വെച്ചിരുന്ന കഞ്ഞി എടുത്തുകൊണ്ടുവന്ന് കച്ചവടക്കാരന് വിളമ്പിക്കൊടുത്തു. കച്ചവടക്കാരൻ കഞ്ഞുകൂടി കഴിഞ്ഞതിൻ്റെ ശേഷം ഭട്ടതിരിയോട് പറഞ്ഞു, അവിടുന്ന് ഇപ്പോൾ എനിക്ക് കഞ്ഞി തന്നതുകൊണ്ട് എൻ്റെ പ്രാണൻ രക്ഷിക്കുകയാണ് ചെയ്തത്. ഇതിന് പകരം തരാൻ ഞാനിപ്പോൾ ശക്തനല്ല. എങ്കിലും ഞാൻ സ്വദേശത്ത് പോയി തിരിച്ചു വരാനിടയായാൽ എൻ്റെ ശക്തിക്ക് തക്ക പ്രതിഫലം ഞാൻ തരുന്നതായിരിക്കും. പോരാത്തതിന് ദൈവവും അവിടത്തേക്ക് വേണ്ടത് തന്നുകൊള്ളും. എനിക്കിനി ഇവിടെ നിന്ന് ഒരു സഹായം കൂടി ചെയ്തു തരണം. എന്നാൽ എൻ്റെ സാമാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി. എങ്കിലും 10 ചീനഭരണി കേടുകൂടാതെ കിട്ടിയിട്ടുണ്ട്. ഞാൻ നാട്ടിൽ പോയി തിരിച്ചു വരുന്നതുവരെ ആ 10 ഭരണികൾ ഇവിടെ സൂക്ഷിച്ച് വെച്ച് എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഭട്ടതിരി പറഞ്ഞു, ഇവിടെ സ്ഥലം വളരെ ചുരുക്കമാണ്, എങ്കിലും സൂക്ഷിച്ച് വെച്ച് തരാം. ഭരണിയിൽ വിലപിടിപ്പുള്ള സാധനമൊന്നുമില്ലല്ലോ അല്ലേ? വിലപിടിപ്പുണ്ടെങ്കിൽ അതിവിടെ വയ്ക്കാൻ പറ്റില്ല, കാരണം ഈ ഇല്ലത്തിന് അത്ര അടച്ചുറപ്പില്ലാത്ത ഇല്ലമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കച്ചവടക്കാരൻ പറഞ്ഞു, വിലപിടിപ്പുള്ള സാമാനങ്ങളൊന്നുമില്ല, അതിലൊക്കെ കുറച്ച് തുവരപ്പരിപ്പ് നിറച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഭട്ടതിരി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വിരോധമില്ല. ഉടനെ കച്ചവടക്കാരൻ ഭരണികൾ 10 അടച്ചു കെട്ടി അത് മുദ്ര വെച്ച് ഇല്ലത്ത് പുരയ്ക്കകത്ത് കൊണ്ടുചെന്ന് വെച്ചു. ഭട്ടതിരിയോട് യാത്രയും പറഞ്ഞു പോവുകയും ചെയ്തു. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ആ ഇല്ലത്തുള്ളവർക്ക് ഭക്ഷണത്തിന് യാതൊരു നിവൃത്തിയുമില്ലാത്ത അവസ്ഥ വന്നു. ഉച്ച കഴിഞ്ഞപ്പോഴേക്കും കുട്ടികളെല്ലാം വിശപ്പ് സഹിക്കാൻ പാടില്ലാതെ കരഞ്ഞു തുടങ്ങി. ഗൃഹനാഥനും അന്തർജനവും വിശപ്പും കൊണ്ട് കുട്ടികളുടെ കരച്ചിലും ഒക്കെയായിട്ട് അതീവ ദുഃഖിതരായി. അപ്പോൾ അന്തർജനം പറഞ്ഞു, ചീനക്കാരൻ്റെ ആ ഭരണികൾ നമ്മുടെ അകത്തുണ്ടല്ലോ, അതിൽ പരിപ്പുണ്ടെന്നല്ലേ പറഞ്ഞത്, നമുക്കത് എടുത്ത് കുട്ടികൾക്ക് കുറേശ്ശെ കൊടുത്താലോ? ഇപ്പോൾ അവർക്ക് എന്തു കൊടുത്താലും തിന്നുകൊള്ളും. അവർ അത്രയ്ക്ക് വിശന്നിരിക്കുകയാണ്. നമുക്കൊന്നുമില്ലെങ്കിലും വേണ്ട, എങ്കിലും നമ്മുടെ കുട്ടികൾക്ക് അവർ ഒന്നും അറിയാത്തവരല്ലേ, അവർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ ഭട്ടതിരി പറഞ്ഞു, അത് ശരിയല്ല, വിശ്വാസവഞ്ചനയാകും അത് പൊട്ടിച്ചെടുക്കുന്നത്, അനുവാദം കൂടാതെ എടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്തർജനം പറഞ്ഞു, നമുക്ക് ഉണ്ടാകുമ്പോൾ തിരിച്ചു വയ്ക്കാം, അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ കുറേ തർക്കവിതർക്കങ്ങൾക്ക് ശേഷം ഭട്ടതിരി തീരുമാനിച്ചു, ഏതായാലും കുറച്ചെടുത്ത് കുഞ്ഞുങ്ങൾക്ക് വേവിച്ചു കൊടുക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ പുരയ്ക്കകത്ത് ചെന്ന് ഭരണിയുടെ മുദ്ര പൊട്ടിച്ച് കെട്ടഴിച്ച് ഭരണിയിൽ കൈയിട്ട് നോക്കിയപ്പോൾ അതിൽ തുവരപ്പരിപ്പ് മാത്രമല്ല സ്വർണ്ണ നാണയങ്ങളുണ്ടായിരുന്നു. കൃത്യമായിട്ട് നോക്കിയപ്പോൾ മനസ്സിലായി, സ്വർണ്ണ നാണയങ്ങൾ നിറച്ച ശേഷം അതിന് മീതെ
കുറച്ച് തുവരപ്പരിപ്പ് ഇട്ടിട്ടുണ്ട് എന്നേ ഉള്ളൂ എന്ന് മനസ്സിലായി. 10 ഭരണികളും ഉടനെ തന്നെ ഭട്ടതിരി പരിശോധിച്ചു. എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. 9 ഭരണികളും അദ്ദേഹം പൂർവ്വസ്ഥിതിയിൽ തന്നെ അടച്ച് മുദ്രയിട്ട് വെച്ചു. ഒരു ഭരണിയിൽ നിന്ന് ഒരു പവനെടുത്ത് കൊണ്ടുപോയി വിറ്റ് കുറേ അരിയും കരസാധനങ്ങളും ബാക്കിയുള്ള പണവുമൊക്കെയായിട്ട് ഇല്ലത്തിലേക്ക് തിരിച്ചു വന്നു. അന്തർജനം അതെല്ലാം വെച്ചുണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്തു, ചോറ് കൊടുത്തു. പിന്നെ ആ ദമ്പതിമാർ ഊണ് കഴിച്ചു. ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് അപ്പോൾ ഭട്ടതിരി വിചാരിച്ചു, ഏതായാലും വിശ്വാസവഞ്ചന കാണിച്ചു കഴിഞ്ഞു, ഇനി ഇങ്ങനെ ദാരിദ്ര്യം അനുഭവിക്കേണ്ട കാര്യമില്ല. ഭരണിയിൽ നിന്നും ആവശ്യത്തിന് സ്വർണം എടുക്കണം. ആ കച്ചവടക്കാരൻ വരാൻ കുറച്ച് താമസിക്കുകയാണെങ്കിൽ തിരിച്ച് എല്ലാം ശരിയാക്കി കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ വിചാരിച്ച് ഭട്ടതിരി ഭരണിയിൽ നിന്ന് കുറേ സ്വർണമെടുത്ത് വിറ്റ് ആ പണം കൊണ്ട് 8 കെട്ടുള്ള ഒരു വലിയ ഇല്ലം പണി കഴിപ്പിക്കുകയും ഭൂസ്വത്തുകൾ വാങ്ങുകയും ഗ്രഹോപകരണങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് അദ്ദേഹം ഒരു വലിയ സമ്പന്നനായി തീർന്നു. അദ്ദേഹം വാങ്ങിച്ച കുറേയേറെ ഭൂമിയുണ്ട്. ആ ഭൂമിയിൽ പണിയെടുപ്പിച്ച് പണം സമാഹരിക്കാൻ തുടങ്ങി. സകല ചെലവും കഴിച്ച് പ്രതിവർഷം 12,000 രൂപ മിച്ചമുണ്ടായി തുടങ്ങി. ആ മിച്ചം വരുന്ന മുതലിന് സ്വർണ്ണ നാണയങ്ങൾ വാങ്ങി താൻ എടുത്ത ഭരണി നിറച്ചു തുടങ്ങി. അങ്ങനെ 5-8 കൊല്ലം കൊണ്ട് അദ്ദേഹം ആ ഭരണി പൂർവ്വസ്ഥിതിയിൽ നിറച്ച് അടച്ചുകെട്ടി മുദ്ര ഇട്ട് വെച്ചു. പിന്നെ ആ 10 ഭരണികളുടെ വലിപ്പത്തിൽ ത്തിൻ്റെ 1/4 വീതം വലിപ്പമുള്ള, അതിൻ്റെ പകുതി വീതം വലിപ്പമുള്ള 10 ഭരണികൾ കൂടി അദ്ദേഹം വിലയ്ക്ക് വാങ്ങി. അവയിലും സ്വർണ്ണ നാണയങ്ങൾ നിറച്ച് അതും അടച്ചുകെട്ടി മുദ്രയിട്ട് വെച്ചു. അപ്പോഴേക്കും ആ കച്ചവടക്കാരൻ വേറെ ഒരു കപ്പലിൽ സാമാനങ്ങളും കയറ്റി ആ ദിക്കിൽ വന്നെടുത്തു. അപ്പോൾ കച്ചവടക്കാരൻ പോയിട്ട് 12 കൊല്ലം കഴിഞ്ഞിരുന്നു. കച്ചവടക്കാരൻ കരക്കിറങ്ങി താൻ ഭരണികൾ സൂക്ഷിക്കാൻ വെച്ചിരുന്ന ഇല്ലം അന്വേഷിച്ച് പുറപ്പെട്ടു. ആ സ്ഥലത്ത് വന്ന് നോക്കിയപ്പോൾ അവിടെ വലിയൊരു 8 നില ഇല്ലമാണ് കണ്ടത്. അദ്ദേഹമായ ഭയന്നുപോയി. താൻ കൊടുത്തിരുന്ന സ്ഥലം ഇവിടെയാണല്ലോ, അത് മാറിപ്പോയല്ലോ എന്ന് സംശയം തീർക്കാൻ വേണ്ടി അദ്ദേഹം നാട്ടുകാരോട് അന്വേഷിച്ചു. അപ്പോൾ നാട്ടുകാർ പറഞ്ഞു, ആ നമ്പൂതിരിക്ക് ഒരു നിധി കിട്ടിയിട്ടുണ്ട്. ആ നിധി കിട്ടിയതുകൊണ്ട് അദ്ദേഹം കുറേ സമ്പന്നനായിട്ട് മാറി എന്ന് പറഞ്ഞു. അപ്പോൾ കച്ചവടക്കാരൻ ഊഹിച്ചു, നിധിയൊന്നുമല്ല, അത് തൻ്റെ തന്നെ സ്വത്ത് അദ്ദേഹം അത് അടിച്ചു മാറ്റിയതാണ് എന്ന് അദ്ദേഹം തീർച്ചപ്പെടുത്തി. ഇനി ഏതായാലും തിരിച്ചു കിട്ടാൻ വഴിയില്ല എന്നും അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു. തിരിച്ചു കിട്ടിയില്ലെങ്കിലും വേണ്ട, ഏതായാലും ഒന്ന് ചോദിച്ചു നോക്കാം എന്ന് കരുതി ഈ കച്ചവടക്കാരൻ ഇല്ലത്ത് നിന്നുകൊണ്ട് ഭട്ടതിരിയെ വിളിച്ചു. കച്ചവടക്കാരൻ്റെ ഒച്ച കേട്ടപ്പോൾ തന്നെ ഈ ആളെ തിരിച്ചറിഞ്ഞതുകൊണ്ട് ഭട്ടതിരി താഴേക്ക് ഇറങ്ങി വന്നു. വലിയ ബംഗ്ലാവിൻ്റെ മുകളിലെ നിലയിലായിരുന്നു അദ്ദേഹം അന്നേരം ഉണ്ടായിരുന്നത്. അദ്ദേഹം വലിയ കാര്യമായിട്ട് ഈ കച്ചവടക്കാരനെ സ്വീകരിച്ച് അകത്തിരുത്തി കുറേ നേരമൊക്കെ അവർ സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കൂടെ വന്നവർക്കൊക്കെ വലിയൊരു വിരുന്ന് സൽക്കാരവും നടത്തി. അത് കഴിഞ്ഞപ്പോൾ ഭട്ടതിരി കച്ചവടക്കാരനോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അനുവാദം കൂടാതെ ഇവിടെ സൂക്ഷിക്കാനായി വെച്ചിരുന്ന മുതലിൽ നിന്ന് സ്വല്പമെടുത്ത് ചില കൈകാര്യങ്ങൾ ചെയ്തു. അങ്ങനെ ചെയ്യേണ്ടി വന്നത് എൻ്റെ ദാരിദ്ര്യ നിമിത്തമാണ്. എങ്കിലും എൻ്റെ പ്രവൃത്തി തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. ആ തെറ്റിനെ നിങ്ങൾ ക്ഷമിച്ച് എനിക്ക് മാപ്പ് തരണമെന്ന് അപേക്ഷിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ മുതൽ പലിശയോടുകൂടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത്രയും പറഞ്ഞതിന് ശേഷം കച്ചവടക്കാരൻ്റെ 10 ഭരണികളും അതോടുകൂടി താൻ ശേഖരിച്ചു വച്ചിരുന്ന ചെറിയ ഭരണികളും കൊണ്ടുവന്ന് കച്ചവടക്കാരനെ ഏൽപ്പിച്ചു. അപ്പോൾ കച്ചവടക്കാരൻ പറഞ്ഞു, ഞാനിവിടെ 10 ഭരണി മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ചെറിയ ഭരണികൾ എൻ്റെ വകയല്ല. ഇതിൻ്റെ കൂടെ അതുകൂടി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഭട്ടതിരി പറഞ്ഞു, നിങ്ങൾ ഈ മുതൽ ഇവിടെ ഏൽപ്പിച്ചിട്ട് 12 കൊല്ലം ആയിരിക്കുന്നു. മുതലിന് അരവാശി പലിശ കൂട്ടി തരേണ്ടതാണല്ലോ. അപ്പോൾ കച്ചവടക്കാരൻ പറഞ്ഞു, സൂക്ഷിക്കാൻ തന്ന മുതലിന് സൂക്ഷിപ്പ് കൂലി അങ്ങോട്ട് തരികയല്ലാതെ പലിശ ഇങ്ങോട്ട് വാങ്ങുന്നത് ന്യായമല്ല. അതിനാൽ ഈ പലിശ ഞാൻ വാങ്ങുന്നതല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭട്ടതിരി പറഞ്ഞു, എനിക്കിപ്പോൾ കൊല്ലത്തിൽ ചെലവ് കഴിച്ച് 12,000-ൽ കുറയാതെ ബാക്കിയാകുന്നുണ്ട്. അത്രയ്ക്കുള്ള വസ്തുക്കളും ഈ കാണുന്ന ഇല്ലവും എൻ്റെ സർവസ്വവും നിങ്ങളുടെ മുതൽ കൊണ്ട് ഉണ്ടായതാണ്. അനുവാദം കൂടാതെ നിങ്ങളുടെ മുതലെടുത്ത് കൈകാര്യം ചെയ്തതിനാൽ ഒരു പ്രായശ്ചിത്തമായിട്ടെങ്കിലും ഈ ചെറിയ ഭരണികൾ കൂടി അങ്ങ് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എനിക്കത് വളരെ വിഷമമാകും എന്ന് പറഞ്ഞു. അപ്പോൾ കച്ചവടക്കാരൻ പറഞ്ഞു, ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ച 10 ഭരണികളും പൂർവ്വസ്ഥിതിയിൽ തന്നെ ഇപ്പോഴും ഇരിപ്പുണ്ട്. അതിലെനിക്ക് യാതൊരു നഷ്ടവും വന്നിട്ടില്ല. അങ്ങേക്ക് കുറച്ച് സമ്പാദ്യമുണ്ടായത് അങ്ങയുടെ ഭാഗ്യവും ഉത്സാഹവും കൊണ്ടാണ്. അത് ഞാൻ സ്വീകരിക്കുകയില്ല.
ഞാൻ വെറുതെ അത് സ്വീകരിച്ചാൽ എനിക്കുള്ള ശേഷം മുതൽ കൂടി നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. ഇങ്ങനെ അവർ തമ്മിൽ കുറേ വാഗ്വാദങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെറിയ ഭരണികൾ 10 ഭട്ടതിരിയെ തിരിച്ചേൽപ്പിച്ച് അതിൻ്റെ ശേഷം കച്ചവടക്കാരൻ തൻ്റെ 10 വലിയ ഭരണികളിൽ 1 പൂവും നീരും വെറ്റിലയും പാക്കുമൊക്കെ കൂട്ടി തൻ്റെ സമ്മാനമായി ഭട്ടതിരിക്ക് കൊടുത്തു. അത് വാങ്ങുന്നതിന് ഭട്ടതിരി വിസമ്മതിച്ചുവെങ്കിലും കച്ചവടക്കാരൻ്റെ നിർബന്ധ നിമിത്തം ഒടുക്കം വാങ്ങി. ആ ഭരണിയാണ് കോടൻ ഭരണി. അതിൻ്റെ കാരണം ഇതാണ്, അതിൻ്റെ വായ അല്പം കോടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ആ പേരുണ്ടായത്. ദാനം ചെയ്തു കഴിഞ്ഞതിൻ്റെ ശേഷം കച്ചവടക്കാരൻ ഈ ഭട്ടതിരിയോട് പറഞ്ഞു, അല്ലയോ മഹാബ്രാഹ്മണ, ഈ ഭരണി കുറച്ച് കോട്ടമുള്ളതാണെങ്കിലും ഇതിൻ്റെ ഐശ്വര്യം വളരെ വിശേഷമുള്ളതാണ്. ഈ ഭരണി ഇരിക്കുന്ന ദിക്കിൽ ദാരിദ്ര്യം ഒരിക്കലും ഉണ്ടാവുകയില്ല. എന്ന് മാത്രമല്ല, ഇതിൽ മാങ്ങ ഉപ്പിലിട്ടാൽ അനിതര സാധാരണമായ സ്വാദുണ്ടാവുകയും ചെയ്യും എന്ന് പറഞ്ഞ് തൊഴുത് അത്യന്തം സന്തോഷത്തോടുകൂടി തൻ്റെ 9 ഭരണികളുമായിട്ട് കച്ചവടക്കാരൻ പോവുകയും ചെയ്തു. ഭട്ടതിരി ആ ചെറിയ ഭരണികളും കോടൻ ഭരണിയിലുണ്ടായ സ്വർണവുമെല്ലാം മറ്റൊരു ഭരണിയിലാക്കി അതും തൻ്റെ നിലവറയിൽ സ്ഥാപിച്ചു. പിന്നെ ആണ്ടുതോറും കോടൻ ഭരണിയിൽ മാങ്ങ ഉപ്പിലിടാനും തുടങ്ങി. ആ ഭരണിയിൽ മാങ്ങ ഉപ്പിലിട്ടാൽ എത്ര നാൾ കഴിഞ്ഞാലും മാങ്ങയുടെ പച്ചനിറം മാറുകയില്ല, അതിൻ്റെ സ്വാദ് അമൃതതുല്യമായിട്ട് മാറുകയും ചെയ്യും. ഈ മാങ്ങയെക്കുറിച്ച് മറ്റൊരു കഥ കൂടിയുണ്ട്. ഒരിക്കൽ ഒരു മുറജപക്കാലത്ത് നമ്പൂതിരിമാർ അത്താഴമുണ്ടിരുന്ന സമയം, അത്താഴത്തിൻ്റെ രുചിയും മഹാത്മ്യവും പറയുന്നതിനിടയിൽ ഒരു നമ്പൂതിരി മറ്റൊരു നമ്പൂതിരിയോട് പറഞ്ഞു, അത്താഴം കേമം തന്നെ, സംശയമില്ല, എങ്കിലും ആ പാണ്ടമ്പറമ്പത്തെ ഉപ്പുമാങ്ങയുടെ ഒരു കഷ്ണം കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ഒന്നുകൂടി നന്നായനെ, ആ ഒരൊറ്റ കുറവേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആ സമയം രാജാവ് അതുവഴി പോവുകയായിരുന്നു. നമ്പൂതിരിമാർ രാജാവിനെ കണ്ടില്ല, എങ്കിലും രാജാവ് ഈ സംഭാഷണം കേൾക്കുകയും നമ്പൂതിരിയെ തിരിച്ചറിയുകയും ചെയ്തിരുന്നു. പിറ്റേന്ന് രാജാവ് രഹസ്യമായി കോടൻ ഭരണിയിലെ ഉപ്പുമാങ്ങ വരുത്തിച്ചു. അത്താഴത്തിന് പൂളി വിളമ്പിച്ചു. പല വിധത്തിൽ ഉപ്പിലിട്ട മാങ്ങകൾ പൂളി വിളമ്പിയ കൂട്ടത്തിലാണ് ഈ കോടൻ ഭരണിയിലെ മാങ്ങായും പൂളി വിളമ്പിയത്. എങ്കിലും മേൽപ്പറഞ്ഞ നമ്പൂതിരി ഈ മാങ്ങ കഷ്ണം എടുത്ത് കഴിച്ച ഉടനെ, ഓഹോ, ആ കുറവും തീർന്നു, ഈ മാങ്ങ സാക്ഷാൽ കോടൻ ഭരണിയിലേതാണ് എന്ന് പറഞ്ഞു. രാജാവ് അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കൊട്ടാരത്തിലെത്തിയ ശേഷം രാജാവ് ആ നമ്പൂതിരിയെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, അങ്ങയെപ്പോലെ സ്വാദറിഞ്ഞ് ഭക്ഷിക്കുന്നവർ വളരെ ചുരുക്കമാണ് എന്ന് പറഞ്ഞ് നമ്പൂതിരിക്ക് ഒരു സമ്മാനവും കൊടുത്തു. ആ മാങ്ങ ഒരിക്കൽ കഴിച്ചിട്ടുള്ളവർ അതിൻ്റെ സ്വാദ് ഒരിക്കലും മറക്കുകയില്ല എന്നാണ് ഐതിഹ്യകഥ. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ കഥകളാണിത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.